തേവലക്കര ചാലിയത്ത് മുസ്ലിം ജമാഅത്ത് മസ്ജിദ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി സാംസ്കാരിക സമ്മേളനം നടത്തി. NK പ്രേമചന്ദ്രൻ നബി ഉദ്ഘാടനം ചെയ്തു. വിശ്വാസം മനുഷ്യ നന്മയ്ക്കും സമൂഹത്തിന്റെ പുരോഗതിക്കും വേണ്ടിയാകണം വിനിയോഗിക്കപ്പെടേണ്ടതെന്ന് NK പ്രേമചന്ദ്രൻ നബി തേവലക്കര ചാലിയത്ത് മുസ്ലിം ജമാഅത്ത് മസ്ജിദിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മസ്ജിദും ക്രിസ്തീയ ദേവാലയവും ക്ഷേത്രവും തൊട്ടുരുമി നിലകൊള്ളുന്ന തേവലക്കര മതനിരപേക്ഷ ഭാരതത്തിന്റെ മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തേവലക്കരയുടെ തന്നെ സാമൂഹ്യ സാംസ്കാരിക പുരോഗതിക്ക് ഐശ്വര്യം വിളിച്ചറിയിക്കുന്ന, ഐശ്വര്യം വിതറുന്ന ഒരു മഹത് സംരംഭമായി ഇത് മാറും. അങ്ങനെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഒരു തരത്തിലുള്ള വ്യത്യാസവും കൂടാതെ നൂറുകണക്കിന് ആൾക്കാർ സന്ദർശകരായി തേവലക്കര ചാലിയത്ത് മുസ്ലിം ജുമാ മസ്ജിദിൽ എത്തിച്ചേരുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് നിലനിൽക്കുന്ന സാമുദായിക സൗഹൃദത്തിന്റെയും മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിന്റെയും ഉദാത്തമായ ഉദാഹരണമാണ്. ഇത് നമ്മുടെ നാടിന്റെ പ്രത്യേകതയാണ്, സവിശേഷതയാണ്. ഇതാണ് രാജ്യത്താകെ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ആവർത്തിച്ച് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. വൈവിധ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. വൈവിധ്യമാണ്, വൈജാത്യമാണ്. എല്ലാം ഒന്നായിരിക്കണം. ഒരു വിശ്വാസം മാത്രം, ഒരാചാരവും ഒരനുഷ്ഠാനവും, ഒരു ഭാഷ, ഒരു മതം, ഒരു വിശ്വാസം. അത്തരത്തിലുള്ള ചിന്താഗതി ഒരിക്കലും ഒരു ജനാധിപത്യ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതല്ല. വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മാനസികാവസ്ഥയുള്ളവരാണ് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ പലപ്പോഴും നിർബന്ധിതമായി തീരുന്നത്. കൗൺസിൽ ചെയർമാൻ UA ബഷീർ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫിലിപ്പ് തരകൻ, ആത്മീയാചാര്യൻ ആത്മദാസ് യമി, അലിയർ ഖാസ്മി, അഡ്വക്കേറ്റ് G മുരളീധരൻ, സന്തോഷ് തുപ്പാശ്ശേരി, S സോമൻ, ബദറുദ്ദീൻ കൈമവീട്, ഇസ്മയിൽ കുഞ്ഞ്, തൽഹത്തുൽ അൻസാരി, സലീം പേരാട്ട്, ഇബ്രാഹിം പള്ളിക്കൽ, സലീം കാക്കോന്റെയം, കമറുദ്ദീൻ വലിയവിളയിൽ, സലാം കോട്ടൂർ, തേവലക്കര ബാദുഷ, മനാഫ് വലിയവിളയിൽ, അനസ് നാത്തയത്ത്, പ്രദീപ്, തസ്ലീം വലിയവിളയിൽ, മുഹമ്മദ് കുഞ്ഞ്, അബ്ദുൾ മനാഫ്, സബീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.